ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നടപ്പാതയിലൂടെ ശയന പ്രദക്ഷിണം നടത്തിയ ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി നിരാഹാര സമരത്തിലാണ് റാങ്ക് ഹോൾഡേഴ്സ്. CPO റാങ്ക് ഹോൾഡേഴ്സ് വനിതാ പോലീസിലേക്ക് PSC കൃത്യമായ രീതിയിലേക്കുള്ള അപ്പോയിൻമെന്റുകൾ നടത്തുന്നില്ല എന്ന് ആരോപിച്ചാണ് ഇവരുടെ പ്രതിഷേധം കഴിഞ്ഞ 5 ദിവസമായി നടക്കുന്നത്. വിവരങ്ങളുമായി ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, വനിതാ CPOമാരുടെ ശയനപ്രദക്ഷിണമായിരുന്നു എന്നുള്ളത്. കുറേ ദിവസങ്ങളായി ഇവർ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? മാർഷൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വനിതാ CPOമാർ ആദ്യഘട്ടത്തിൽ ഇവിടെ സമരം ആരംഭിച്ചു. ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ സമരം ആരംഭിച്ചു. പിന്നീടാണ് അത് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. നിരാഹാര സമരം ഇന്ന് 4ാം ദിവസമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് 10:30യോടുകൂടി ഈ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളവർ ഇവിടെ ഒരു ശയന പ്രദർശനം നടത്തിക്കൊണ്ട് ഒരു സമര പരിപാടിയിലേക്ക് കടന്നു. പക്ഷേ അതിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നവരുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ ശയന പ്രദർശനത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം വന്ന് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഇപ്പോൾ ഒരു ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമരം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ ശയന പ്രദർശനം നല്ല വെയിലാണ്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ലൊരു വെയിലാണ്. ഇതിനിടയിലാണ് ഈ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു മുന്നിൽ കൂടി ഈ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു സമരം, ഈ ഒരു ശയന പ്രദർശന സമരം തന്നെ നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ സമരം പൂർത്തിയാക്കി ഇവർ തിരികെ ഈ സമര പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നിരാഹാരം അനുഷ്ഠിക്കുന്നവരൊക്കെ ഇവിടേക്ക് ഇരിക്കുകയാണ്. ഇത് നിങ്ങളിപ്പോൾ നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളാണ്. കാരണം ഒരു ശയന പ്രദർശനം നടത്തി ഒരു പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആയിരിക്കുകയാണ്. ഈ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി പൂർണ്ണമായിട്ട് നീട്ടിവെക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നീട്ടിവെച്ചാലും ഇനി വേക്കൻസി വരുന്നത് നമുക്ക് സംശയമാണ്. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇപ്പോൾ തരാനുള്ള വേക്കൻസി ലിസ്റ്റിന്റെ കാലാവധി ഏപ്രിൽ 19-ാം തീയതി കഴിയും. അതിനോടകം വെച്ച് മാക്സിമം തരാനുള്ള വേക്കൻസി ഞങ്ങൾക്ക് തരിക എന്നാണ് പറയുന്നത്. ഈ ലാസ്റ്റ് പോലും വെറും 19 ഫ്രഷ് വേക്കൻസിയാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടായിട്ടുള്ളത്. ഇതുവരെയുള്ള ചരിത്രത്തിൽ സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും എല്ലാം പോയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും എല്ലാം എടുത്ത CPO റാങ്ക് ലിസ്റ്റാണ് WCPO. എന്നാൽ ഇത്തവണ മാത്രമാണ് ഒരു ബാച്ച് മാത്രമാണ് ഇത്തവണ കയറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളാണ് ഇപ്പോൾ വീണ്ടും നിരാഹാരം അനുഷ്ഠിക്കുന്ന ആദ്യം മുതലേ നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. പേരെന്താണ് ഈ കുട്ടി? മിനുസ്മിത, ഹനീന, ഇപ്പൊ വയ്യാതായത് നിമിഷ. എത്ര പേരാണ് ഈ നിരാഹാരം അനുഷ്ഠിച്ചത്? 4ാം ദിവസം കുട്ടികളാണ് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാർഷൽ, 3 പേരാണ് ഇവിടെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞ 4 ദിവസം ഇരുന്നത്. ഇതിലിപ്പോൾ 3ാമത്തെ കുട്ടിയും കൂടി ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൂടെ ഉടൻ തന്നെ ഇവിടെ നിന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റും. കാരണം കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ ഈ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഇതുവരെയും അവരോട് ഒരു ചർച്ചയ്ക്ക് പോലും അതിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ മുൻകൈയും എടുത്തിട്ടില്ല. ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് പോലും ഇവരെ വിളിച്ചിട്ടുമില്ല. ഇവരുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം. കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇനി കുറച്ച് ദിവസം കൂടി മാത്രം ഇതിൽ കാലാവധിയുള്ളൂ. അപ്പോൾ അതിൻ്റെ വേക്കൻസികൾ പോലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പല സ്ഥലങ്ങളിലും. എത്രയും വേഗം ഈ ഒരു സമീപകാലത്ത് ഇറങ്ങിയ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് കൂടിയാണ് ഇവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമരം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശയന പ്രദർശന സമരത്തിന് പിന്നാലെ ശയന പ്രദർശനം ചെയ്ത കുട്ടികൾക്കും ഈ നിരാഹാരം വരുന്നവർക്കും ഒക്കെ ഇപ്പോൾ വനിതാ CPOമാർ നടത്തുന്ന സമരമാണ്. വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം അത് 5ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുന്ന സമയത്താണ്. കഴിഞ്ഞ ദിവസം 3 പേർ കുഴിഞ്ഞു വീണിരുന്നു. കടുത്ത ചൂടും അതോടൊപ്പം തന്നെ നിരാഹാരവും അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇവർ തളർന്നു വീഴുന്നത്. 2 ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നതിൽ വീണിരിക്കുന്നത്. ഇവരൊരാളെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരാളെ പ്രാഥമികമായി ശുശ്രൂഷ നൽകുകയാണ്. അതിനുശേഷം ആ ഉദ്യോഗാർത്ഥിയെയും ആശുപത്രിയിലേക്ക് മാറ്റും. ലിസ്റ്റിൻ്റെ കാലാവധി 2 മാസം കൊണ്ട് തീരുന്നു. അതിനു മുമ്പ് തന്നെ ഇവരുടെ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കണം, PSC അതിനകത്ത് നിയമനം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാര്യങ്ങളിൽ തീരുമാനമാകണമെന്നുള്ള നിർദ്ദേശമാണ് വന്നത്. എന്നാൽ ഈ സമരം തുടങ്ങിയതിന് ശേഷം ഇതുവരെ സർക്കാരുമായിട്ടുള്ള യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ ഉറപ്പുകളോ സർക്കാർ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 2 മാസത്തിനുള്ളിൽ ലിസ്റ്റിൻ്റെ കാലാവധി തീരാനിരിക്കെ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ഒരു വശത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ സമര പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നത്. അതിലിപ്പുറത്ത് അങ്കണവാടി ജീവനക്കാരുടെ സമരമുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അവരുമായി ചർച്ച നടത്തി അങ്കണവാടി ജീവനക്കാർ സമരം അവസാനിപ്പിച്ചു പോയി.
എന്നാൽ ആശാ വർക്കർമാരും വനിതാ CPO ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുകയാണ്. അങ്ങനെ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ കുഴഞ്ഞു വീണു, മറ്റൊരാൾ കൂടി തളർന്നു വീണിരിക്കുന്നു. അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസ് പ്രാഥമിക ശുശ്രൂഷ ശേഷം ഇവരെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ജിബിൻ അടുത്ത ഒരാൾ കൂടി തളർന്നു വീണിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന നിരാഹാര സമരം, കടുത്ത ചൂട് എന്നിവയെല്ലാം തന്നെ വനിതാ CPO ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുകയാണല്ലേ? മാർഷൽ, അത് തന്നെയാണ്. കാരണം മാനസിക സമ്മർദ്ദം മാത്രമല്ല, ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയും ഈ പുരിവെയിലത്ത് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത ഇവരിൽ പലരും അവശരാണ്. ഇന്നിപ്പോൾ ഈ ഒരു സമരം തുടങ്ങി, അതായത് ഈ ശയനപ്രദർശന സമരം തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ ദേഹാസ്വസ്ഥയെ തുടർന്ന് തളർന്നു വീണിരിക്കുന്നത്. ഇതിൽ ഒരാളെ മാത്രമാണ് ഇപ്പോൾ ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മറ്റ് രണ്ടുപേരും ഇപ്പോൾ ഈ സമരപന്തലിന് സമീപത്ത് തന്നെയുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇവർ എഴുതി ഉറക്കി വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ഒരു ആശ്വാസം പകരുന്നത്. എന്തായാലും ഈ രണ്ടുപേർ കൂടി തളർന്നു വീണിരിക്കുകയാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം സമീപത്ത് തന്നെ ആശുപത്രികളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. എന്നിട്ട് പോലും ആദ്യം തളർന്നു വീണ ഒരു കുട്ടിയെ മാത്രമാണ് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് എത്തിയിരുന്നത്. മറ്റ് രണ്ടുപേരും ഇപ്പോഴും ഇവർ തളർന്നു വീണിട്ട് ഏകദേശം 5 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആംബുലൻസ് ഇവിടെ എത്താത്തത് മാത്രമല്ല, പോലീസ് വേണമെങ്കിൽ അവരുടെ വാഹനത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിക്കാവുന്നതാണ്. പക്ഷേ അതിനുള്ള ഒരു ക്രമീകരണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോഴും കനത്ത ചൂടാണ്. കനത്ത ചൂടിലും ഇത്തരത്തിൽ ഇവർക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇപ്പോൾ മാസം ഈ ഒരു കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന്. അതിനു മുമ്പ് തങ്ങൾക്കുള്ള വാക്കൻസികൾ വരാത്തത് കൊണ്ട് അത് റിപ്പോർട്ട് പോലും ചെയ്യപ്പെട്ടില്ല. പലയിടത്തും വാക്കൻസികൾ ഉണ്ടായിട്ട് പോലും അതൊന്നും റിപ്പോർട്ട് പോലും ചെയ്യപ്പെടാത്ത സാഹചര്യമുണ്ട്. ഇതിലൊക്കെ കണക്കിലെടുത്ത് കണക്ക മാനസിക സംഘർഷത്തിൽ കൂടിയാണ്. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഈ ജോലി കിട്ടിയില്ല എന്നുകൂടി ഇനിയുള്ള തങ്ങളുടെ ഭാവി എന്തൊക്കെയാണെന്നുള്ള ആശങ്കയും കൂടി ഈ കുട്ടികൾക്കുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരത്തിൻ്റെ ഭാഗമായി ഇവർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ 4 ദിവസമായി ഇവിടെ നിരാഹാരം പോലും ഇരിക്കാവുന്ന അവസ്ഥയുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അവർ ദേഹാസ്വസ്ഥ്യമുള്ളത് തളർന്ന് വീഴുകയും ചെയ്തത്. എന്തായാലും ഈ വീണ ഒരു കുട്ടിയെ കൂടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്. 2 പെൺകുട്ടികളെയും ഇപ്പോൾ ഈ ഒരു പോലീസ് വാഹനത്തിലേക്കാണ് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ കൂടി സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റും. ഇനിയും ഇവിടെ സമരം തുടരുന്ന ഒരു കുട്ടി കൂടിയുണ്ട്. 3 പേരാണ് നിരാഹാരം സമരം അനുഷ്ഠിച്ചിരുന്നത്. അതിൽ 2 പേർ കുഴങ്ങി വീണിരുന്നു. മറ്റ് സമരത്തിൻ്റെ ഭാഗമായി എത്തിയ മറ്റൊരു പെൺകുട്ടി കൂടെ കുഴങ്ങി വീണു. അങ്ങനെ നിരാഹാരം വരുന്ന 2 പേരും സമരത്തിനെത്തിയ ശയനപ്രദർശന സമരത്തിനെത്തിയ ഒരാൾ, അങ്ങനെ 3 പേരാണ് കുഴങ്ങി വീണത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിരാഹാരം വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരത്തിൽ 3 ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു വീണിരിക്കുന്നു. അവരെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി തുടരുന്നതാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം. മടങ്ങിവരാം.